ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഞ്ചാരി അമ്മി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ബോർഡർ ക്രോസിംഗ് ഒക്കെ ആയിരുന്നു, എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോണത് ഹൂത്ത കേവ്സിനെ പറ്റിയാണ്. ഹൂത്ത കേവ്സിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 3:30 മണിയൊക്കെ ആയിരുന്നു. ഈ ഹൂത്ത കേവ് എന്ന് പറയുന്നത് ഒമാനിലെ വൺ ഓഫ് ദി ഫാസിനേറ്റിംഗ് നാച്ചുറൽ അട്രാക്ഷനിൽപ്പെട്ട ഒരു കാര്യമാണ്. ഇത് മസ്കറ്റിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അകലെയാണ് ഹൂത്ത കേവ് സ്ഥിതി ചെയ്യുന്നത്. നാച്ചുറൽ ലൈം സ്റ്റോൺ കൊണ്ടാണ് ഈ കേവ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ വന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങളായിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് 70 ദിറംസാണ്, എന്ന് പറഞ്ഞാൽ 6.5 to 7 ഒമാനി റിയാലാണ് ഫോറിൻ അഡൽട്ട് വിസിറ്റേഴ്സിന് വരുന്നത്. ഒമാനിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ UAE വരുമ്പോൾ ദിറംസ് കൺവേർട്ട് ചെയ്യണമെന്നില്ല. നമുക്ക് ദിറംസ് കൊണ്ട് തന്നെ ഇവിടെ ചിലവാക്കാം. ഇവിടെ അക്സെപ്റ്റബിൾ ആണ് ദിറംസ്. ഹൂത്ത കേവിൻ്റെ ഒരു മിനിയേച്ചർ രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കേവിൻ്റെ 1 കിലോമീറ്റർ ലെങ്ത്ത് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള പാർട്ട് ടൂറിസ്റ്റുകൾക്ക് ഓപ്പൺ അല്ല. 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ കണ്ടെത്തിയ ഈ ഗുഹ 2006 ഡിസംബറിലാണ് വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് ഔദ്യോഗികമായി തുറന്നു കൊടുത്തത്. ഒമാനി ബ്ലൈൻഡ് കേവ് ഫിഷ്, ബാറ്റ്സ്, സ്നേൽസ്, മോൾസ്, ആന്ത്രപ്പോഡ്സ്, വാട്ടർ ബീറ്റിൽസ് എന്നിവ ഉൾപ്പെടെ 100-ലധികം ജീവവർഗങ്ങൾ ഈ ഗുഹയിലുണ്ട്. സന്ദർശകരെ ഗോൾഫ് വണ്ടികളിൽ ഒരു ടാർ റോഡിലൂടെയാണ് ഗുഹയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിന് മുന്നേ ഒരു ചെറിയ ട്രെയിൻ ഉണ്ടായിരുന്നു, അതെല്ലാം ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഇപ്പോൾ പുറത്ത് വെച്ചിരിക്കുകയാണ്. ഒമാനിലെ ലോങ്ങസ്റ്റ് കേവ് ആയിട്ടാണ് ഈ ഹൂത്ത കേവ് കണക്കാക്കപ്പെടുന്നത്. 4.5 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന ഈ ഹൂത്ത കേവ് ഒമാനിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമായ ജബൽ ഷംസിൻ്റെ അടിവാരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഔദ്യോഗികമായ കഥ അനുസരിച്ച് 1960-ൽ ഒരു ആട്ടിടയൻ തൻ്റെ ആടിനെ നഷ്ടപ്പെട്ട് ഈ ഗുഹയിലേക്ക് വഴുതി വീണു എന്ന് കരുതപ്പെടുന്നു. ഐതിഹ്യമനുസരിച്ച് നൂറ്റാണ്ടുകളായി രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായും പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകൾക്ക് ഒളിത്താവളമായും ഉപയോഗിച്ചു എന്നും പറയപ്പെടുന്നു. ഏത് കഥ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ, പതിറ്റാണ്ടുകളായി ഈ ഗുഹ നിസ്സംശയം തദ്ദേശവാസികളുടെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരു ഗുഹയാണ്. 4 തടാകങ്ങൾ ഉൾക്കൊള്ളുന്ന അൽ ഹൂത്ത കേവ് സവിശേഷമായ ഒരു ആവാസ വ്യവസ്ഥയെ ആതിഥേയത്വം വഹിക്കുന്നു. കൂടാതെ വൈവിധ്യമാർന്ന അപൂർവ മൃഗങ്ങളെയും ആവാസ കേന്ദ്രമാണ് ഈ ഗുഹ. ഒമാനിൽ പ്രാദേശികമായി കാണപ്പെടുന്ന അന്തമത്സ്യങ്ങളുടെ അപൂർവ കാഴ്ച നമുക്ക് ഈ ഹൂത്ത കേവിൽ കാണാൻ സാധിക്കും. ഗാര ബാരിമൈ ഇനത്തിൽപ്പെട്ട ഈ മത്സ്യം 1980-ലാണ് കണ്ടെത്തിയത്. നാട്ടുകാർ ബുനാസെ എന്നറിയപ്പെടുന്ന ഈ മത്സ്യങ്ങൾ ഗുഹയ്ക്കുള്ളിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു. ഈ സാഹചര്യത്തിൽ വെളിച്ചക്കുറവ് കാരണം പൂർണ്ണമായും അന്ധമായി. അറേബ്യൻ പെൻസിലയിലെ ഏക അന്ധഗുഹാ മത്സ്യമാണ് ബുനാസെ. The cave in 1960. So the geologists estimated the age of this cave 3 million years. And the length of the cave 5 kilometers, but it's enough for you only 800 meters around the cave. 4.5 kilometers for that expansion. We see that in the last point. If you want to do it, you need to buy 65 riyal. We go to Mali Kaja later. Want to also stay 8 to 12 hours because that function coincides the lakes by swimming, kayaking, and achieving. Clear? Inside the cave, only 2 natural entrance, and the third one is artificial. So this entrance built in 2004 and opened for public for tourism in 2006. The main entrance near the village, Al Houta. When it's heavy rainwater on that village, can omit the flood or the wadis inside the cave. And the flood going out on that entrance, at this time it's closed for maintenance. It's called Al-Fallah. Al-Fallah, that Arabic word, it means the water flow out between those, okay? We start from here, 230 stairs to the highest point.
and we'll come back on another side 200 stairs down, totally 400 stairs. ഈ ഗുഹയ്ക്കുള്ളിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെ അധികമൊന്നും ഉപദ്രവിക്കാതെയാണ് ഈ കേവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം 45 മിനിറ്റോളം വരും ഈ ഗുഹ കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ നമുക്കൊരു ഗൈഡ് ഇല്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റില്ല. ഗൈഡ് മാൻഡേറ്ററി ആയിട്ട് വേണം. ഗുഹയ്ക്കുള്ളിലെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിനായി ഗുഹ ഇരുണ്ടതാണ്. ടൂർ ഗൈഡുകൾക്ക് ഗുഹയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓണാക്കാനും ഓഫാക്കാനും കഴിയുന്ന ചെറിയ സ്പോട്ട് ലൈറ്റുകൾ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളൂ. ഈ ഗുഹയിലൂടെ നടന്നു പോകുമ്പോൾ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചയാണ് ഈ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ. ഭയങ്കര സാധാരണ പുറത്തുള്ളതിനേക്കാളും കൂടുതലാണ് ഇതിൻ്റെ ഉള്ളിലെ തണുപ്പ് എന്ന് പറയുന്നത്. ഈ ഗുഹയ്ക്കുള്ളിലെ മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് സ്റ്റാലൈസൈറ്റ്സും സ്റ്റാൽഗമൈറ്റ്സും. മേൽക്കൂരയിലെ തുള്ളികൾ കാരണം തറയിൽ നിക്ഷേപിക്കപ്പെടുന്ന വസ്തുക്കളുടെ ശേഖരണം മൂലം ഒരു ഗുഹയുടെ തറയിൽ നിന്ന് ഉയർന്നു വരുന്ന പാറ രൂപീകരണത്തിനാണ് സ്റ്റാൽഗമൈറ്റ്സ് എന്ന് പറയപ്പെടുന്നത്. അതേസമയം സ്റ്റാലൈറ്റുകൾ ഒരു ഐസിക്കിൾ പോലെ ഒരു ഗുഹയുടെ മേൽക്കൂരയിൽ നിന്നോ വശങ്ങളിൽ നിന്നോ തൂങ്ങിക്കിടക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. ഈ കാണുന്ന തൂങ്ങിക്കിടക്കുന്ന രൂപങ്ങളാണ് സ്റ്റാലക്ടൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ വേറെ ഏതോ ഒരു ലോകത്ത് വന്ന മാതിരി.
വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ജിയോളജിക്കൽ എക്സിബിഷൻ, അതുപോലൊരു ഗിഫ്റ്റ് ഷോപ്പ് കാണാം, ഡിജിറ്റൽ ടൂർ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ. പാർക്കിങ്ങും നല്ല അതുപോലെ ഉണ്ട്, പ്ലെൻറ്റി ഓഫ് പാർക്കിങ്ങും അവൈലബിൾ ആണ്. മുമ്പ് ട്രെയിനിലായിരുന്നു നമ്മുടെ വിസിറ്റേഴ്സിനെയൊക്കെ കേവിൻ്റെ അവിടെ കൊണ്ടുവരുന്നത്. അതെല്ലാം ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഈ ട്രെയിൻ ദാ ഇവിടെ ഡിസ്പ്ലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. നല്ല കളർഫുൾ മെട്രോ ട്രെയിൻ. ഒമാൻ്റെ ഈ അണ്ടർഗ്രൗണ്ട് വണ്ടർ ഒരു മിക്സ് ഓഫ് അഡ്വെഞ്ചർ, ജിയോളജി, അതുപോലെ തന്നെ ചൂടിൽ നിന്ന് രക്ഷ നൽകുന്ന പെർഫെക്റ്റ് ഒരു സ്ഥലമാണ് ഈ ഹൂത്ത കേവ്. നിങ്ങൾ മസ്കറ്റിലേക്ക് റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.